ഫുൾ ചിക്കൻ വെച്ചിട്ടെ മന്തി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. കേരള സ്റ്റൈല് കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഫുൾ ചിക്കൻ വരഞ്ഞെടുത്ത് അതിലേക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ബസ്മതി റൈസ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അത് അളവിനനുസരിച്ച് അതിൽ വെള്ളം ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അത് കുതിർത്താനിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടി നുറുക്കി അത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റി ഏകദേശം റെഡി ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ആ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറ്റണവരെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അത് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് നമ്മൾ ഇവിടെ ഫ്രഷ് ചിക്കൻ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഒരു 3-4 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വേവും. നമ്മൾ ഫ്രഷ് ചിക്കനൊക്കെ മേടിക്കുകയാണെങ്കിൽ, അത് ലൈവ് ചിക്കൻ മേടിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണേ. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു 5 വിസിൽ ഞാൻ എടുത്തിട്ടുണ്ടാവും. അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനി അത് ആ ചിക്കൻ, വെന്ത ചിക്കൻ അതിലേക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി റൈസ് വേവിക്കണം. അപ്പൊ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1.5 ഗ്ലാസ് റൈസാണ് എടുത്തേക്കണത്. അപ്പൊ 1 ഗ്ലാസ്സിന് 1.5 എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം എടുക്കാം. അതായത് ചിലപ്പോൾ 2 ഗ്ലാസ് വരെ വേണ്ടി വരും. അത് എടുക്കുന്ന റൈസിനനുസരിച്ചാണ്. അപ്പൊ ഞാൻ 1.5 ഗ്ലാസ് ഇതാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഉണക്കനാരങ്ങ, ഗ്രാമ്പു, കറുകപ്പട്ട, പിന്നെ ബേ ലീഫ്, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ആ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴേക്കും ആ കുതിർത്തി വെച്ച റൈസ് അങ്ങോട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളച്ച് വന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഞാനിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി. കാരണം റൈസിന്റെ കറക്റ്റ് പാകം എനിക്കറിയില്ല എങ്ങനെയാണ് വേവണത്. അപ്പൊ ഞാനൊന്ന് തുറന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ നോക്കി. ഇപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇതേപോലെ തന്നെ അടച്ചു വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും റൈസ് ഒന്ന് റെഡിയായി കിട്ടി. കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ആ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും ആ ചിക്കൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് മസാലയൊക്കെ ഉണ്ട്. ആ മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം. അപ്പൊ ആ ചൂടില് റൈസ് കറക്റ്റായിട്ട് ഒന്നും കൂടി വെന്ത് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു, എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുഴിമന്തി അല്ലെങ്കിൽ നല്ല അടിപൊളി മന്തി തയ്യാറാക്കി എടുക്കാം. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കരുത്.